നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തുടരുന്ന മഴ ദുരിതം. പറപ്പൂക്കര മീൻകുഴിപ്പാടം പ്രദേശത്ത് വെള്ളം കയറി. നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മറ്റത്തൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഒരാണ്ട്. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. ആലുവയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെ പുതുക്കാട് നിന്നും കണ്ടെത്തി. പുതുക്കാട് വെച്ച് KSRTC ബസ്സിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. NCTV ഇമ്പാക്ട്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന വലിയ കുഴികൾ താൽക്കാലികമായി അടച്ചു. ദേശീയപാത നന്ദിക്കരയിലെ കുഴികളും അടച്ചു. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ മീൻകുഴിപ്പാടം പ്രദേശത്ത് വെള്ളം കയറി. പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് കൂടി ആരംഭിച്ചു. നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. 14 പേരാണ് ക്യാമ്പിലുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തില് ഇപ്പോ 2 സ്ഥലത്താണ് ക്യാമ്പ് നിലവിലുള്ളത്. ഒന്ന് നന്ദിക്കര ഈ ഹൈസ്കൂളിലും അതുപോലെ തൊട്ടിപ്പാൾ KSUPS സ്കൂളിലുമാണ് ക്യാമ്പ് ഉള്ളത്. നേരത്തെ പന്തല്ലൂർ സ്കൂളിൽ ഉണ്ടായിരുന്ന ക്യാമ്പ് ഉച്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ നന്ദിക്കര ക്യാമ്പില് അതിഥി തൊഴിലാളികളാണ് ഉള്ളത്. ഒരു 14 പേര് ഒരു കുടുംബത്തിലെ തന്നെ 4 കുടുംബത്തിലെ 14 പേര് ഇവിടെ നന്ദിക്കര സ്കൂളിലെ ക്യാമ്പിലും അതുപോലെ തൊട്ടിപ്പാൾ സ്കൂളിൽ 4 വീടുകളിലെ 17 പേരും എന്നിങ്ങനെയാണ് ഇപ്പോ പഞ്ചായത്തിലെ ഒരു സ്ഥിതി. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമരും വീണ നിലയിലാണ്. ആമ്പല്ലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പനഗർ പഞ്ചായത്ത് അധികൃതരും വാർഡംഗം ജിജോ ജോണും സ്ഥലത്തെത്തി. ശക്തമായ മഴയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. നീണ്ടുതലയ്ക്കൽ ജസ്റ്റിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ 6:15 സംഭവം. കിണറിനോട് ചേർന്ന് നിൽക്കുന്ന വീടിന്റെ ഡ്രസ്സിന്റെ കാലും അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഒരാണ്ട്. ഉമ്മൻചാണ്ടിയില്ലാത്ത കേരള രാഷ്ട്രീയവും 1 വർഷം പിന്നിടുകയാണ്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവായി നിലകൊള്ളുന്നു. എന്നും എപ്പോഴും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച നേതാവ്, നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്നു പ്രിയപ്പെട്ടവർക്കിടയിലെ കുഞ്ഞുഞ്ഞ് എന്ന ഉമ്മൻചാണ്ടി. കരുതലിന്റെ ആ കൈത്തലം വിട്ടുപോയ വേർപാടിന്റെ ദുഃഖസ്മരണയിലാണ് കേരളം. 5 പതിറ്റാണ്ട് നിയമസഭാംഗവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടി. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയില്ലാതെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കഴിവായിരുന്നു കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടിയെ പ്രബലനാക്കിയത്. K. കരുണാകരനു ശേഷം കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞിന്റെ ശക്തി. അരനൂറ്റാണ്ടുകാലം നിയമസഭയിൽ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചു. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സഭയിൽ കോൺഗ്രസിന്റെ നാവായി മാറി. ഓർമ്മയായി 1 വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് 1 വർഷം പിന്നിടുമ്പോഴും ഒഴിയാത്ത ജനപ്രവാഹമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി. എല്ലാ ഞായറാഴ്ചയും സഹായം തേടി എത്തിയിരുന്നവർ ഇപ്പോഴും വരുന്നുണ്ട്. പലരും കല്ലറയിൽ ഒരു നിവേദനം വച്ച ശേഷമാണ് MLAയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനെ കാണുന്നത്. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി.
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, KJ ജോജു, VK വേലുക്കുട്ടി, രജനി സുധാകരൻ, AJ ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. കേരളം കണ്ടതിൽ മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു നേതാവായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. ആ ജീവിത ചരിത്രം തുറമുഖ പദ്ധതി കേരളത്തിൽ ലോകത്തിൻ്റെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം എന്നിവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുമാണ് വിഴിഞ്ഞത്ത് അലയടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു സത്യമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, INTUC ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ജിജോ, നിമിത, പ്രിൻസി, പ്രിൻസ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ വെണ്ടോർ എന്നിവർ സന്നിഹിതരായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലൂരിൽ അനുസ്മരണ പരിപാടികൾ നടത്തി. അനുസ്മരണ യോഗം KT ടോമി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോജ് ആറ്റുപുറം, കോൺഗ്രസ് നേതാക്കളായ ജിഷ ഡേവിസ്, സൈമൺ നമ്പാടൻ, ചെറിയ ചീനപ്പള്ളി, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. വരാക്കര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 10ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. വാർഡ് പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശശി ലാങ്ങാടൻ, ജോജോ ചാക്കോര്യ, മുൻ വാർഡംഗം സെലീന വർഗീസ്, കോൺഗ്രസ് നേതാക്കളായ ജിൻസ് തോമസ്, ജോൺസൺ മാപ്രാണത്തുകാരൻ, അംബിക ചന്ദ്രൻ, റോണി ജെയിംസ്, ശ്യാംജിത്ത് എന്നിവർ സന്നിഹിതരായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചെമ്പുചെറിയിൽ അനുസ്മരണം നടത്തി. 3ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജവഹർ ബാലമഞ്ച് ദേശീയ ഫെസിലിറ്റേറ്റർ കുമാരി ദിൽസ സെയ്ദും ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് AB പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KN നൌഷാദ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ജനറൽ സെക്രട്ടറി എഡ്വിൻ വിൽസൺ, ബൂത്ത് പ്രസിഡന്റ് PB ലളിതൻ എന്നിവർ പ്രസംഗിച്ചു. VS സുഗതൻ, KK വിശ്വംഭരൻ, PV പ്രണോബ് എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി 1ാം ചരമദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, ജോളി ജോസഫ്, ജിനേഷ് വെട്ടിയാട്ടിൽ, ജോസഫ് വാലിയിൽ, ബാബു മനക്കുളങ്ങരപ്പറമ്പിൽ, ജെയ്സൺ കുറുമാപ്പിള്ളി, ലത്തീഫ് കൊല്ലേരി, കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേതാക്കളായ AM ബിജു, CH സാദത്ത്, ബെന്നി തൊണ്ടുങ്ങൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ, സിജിൽ ചന്ദ്രൻ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പുതുക്കാട് തെക്കേത്തുറവ് 14ാം വാർഡ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു നിർവഹിച്ചു. തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പുനർജീവൻ ആശ്രമത്തിലെ അശരണർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണ സാധനങ്ങളും നൽകുന്നതിനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വരൂപിച്ച പണം പുനർജീവൻ ആശ്രമം കോർഡിനേറ്റർ ബ്രദർ മാത്യു ചുങ്കത്തിന് കൈമാറി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ലിസി ജോൺസൺ, റെജി ജോർജ്, സുനിൽ മുളങ്ങാട്ടുകര, ജെറോം ജോൺ, ടോമി കൊള്ളിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ചെറിയൊരു സഹായം ഇതേപോലെ രീതിയിൽ വെച്ച് നൽകാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മുടെ ഡിജിറ്റൽ സെക്രട്ടറി കല്ലൂർ ബാബു അവരുടെയും എല്ലാവരെയും ഒരു നിമിഷം എഴുന്നേറ്റുന്നത് അദ്ദേഹത്തിന് നൽകാൻ സാധിക്കട്ടെ എന്ന് അതിൽ ആശംസിച്ചോളൂ.
ആലുവയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെ പുതുക്കാട് നിന്നും കണ്ടെത്തി. പുതുക്കാട് വെച്ച് KSRTC ബസ്സിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. 15ഉം 16ഉം 18ഉം പ്രായമുള്ള പെൺകുട്ടികളെയാണ് കണ്ടെത്തിയത്. തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് കഴിഞ്ഞ രാത്രിയിൽ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയത്. NCTV ഇമ്പാക്ട്. ആമ്പലൂർ കല്ലൂർ റോഡിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന കുഴികൾ താൽക്കാലികമായി അടച്ചു. റോഡിലെ കുഴികൾ അനുദിനം വലുതാകുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നത് NCTV നിരന്തരം വാർത്ത നൽകിയിരുന്നു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കാത്തത് വിമർശിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന് പിന്നാലെയാണ് മരാമത്ത് വകുപ്പിന്റെ നടപടി. ഇവിടെ കുഴികൾ വില്ലനായി മാറുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇവിടെ വലിയ ഗർത്തങ്ങൾ രൂപം കൊണ്ടിരുന്നു. നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ അന്ന് കുഴികൾ അടച്ചിരുന്നു. ഈ വർഷം മഴക്കാലം ആരംഭിച്ചപ്പോൾ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. നാളുകൾ കഴിയവേ ഇവിടെ കൂടുതൽ ആഴപ്പെടുകയും വലുതാവുകയും ചെയ്യുകയായിരുന്നു. ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളും കൂടി ഇതുവഴി കടന്നു പോകുമ്പോൾ കുഴികൾ അപകടക്കെണിയായി മാറുകയായിരുന്നു. തുടർച്ചയായി NCTV വാർത്ത കൊടുത്തതിനു പിന്നാലെ അധികൃതർ റോഡിലെ അപകട ഭീഷണിക്ക് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടന്നത്. മഴ ശക്തമായതിനാൽ ശാശ്വത പരിഹാരം കാണാൻ ഇപ്പോൾ കഴിയില്ലെന്നും മഴയ്ക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് മരാമത്ത് അധികൃതർ സൂചിപ്പിക്കുന്നത്. NCTV ഇമ്പാക്ട്. ദേശീയപാത നന്ദിക്കരയിലെ അപകടക്കുഴികൾ അടച്ചു. ദേശീയപാതയിൽ മഴ പെയ്തതോടെ വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം കുഴികളായിരുന്നു. യാത്രക്കാരുടെ ദുരവസ്ഥ NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് അധികൃതരുടെ നടപടി. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കുഴികൾ കാണാതെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു. കേരള കർഷക സംഘം മറ്റത്തൂർ മേഖലാ കൺവെൻഷൻ ചെമ്പുച്ചിറയിൽ സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി ട്രഷറർ MP സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KS രഞ്ജിത്ത് അധ്യക്ഷനായി. CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി, മേഖലാ സെക്രട്ടറി PS പ്രശാന്ത്, മേഖലാ ട്രഷറർ PC അജയ് ഘോഷ്, വൈസ് പ്രസിഡന്റ് ഗോപി കുണ്ടനി എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കൃഷിക്കാർക്ക് ധനസഹായം അനുവദിക്കണമെന്നും വന്യജീവി ആക്രമണം തടയാൻ നടപടിയുണ്ടാകണമെന്നും പ്രമേയം മുഖേന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ 18ാമത് പ്രതിഷ്ഠ ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജെയ്സൺ, കമ്മിറ്റി ഭാരവാഹികളായ ഈനാശു മഞ്ഞളി, ബാബു കീഴ്ത്താണിക്കൽ, ജെയ്സൺ മഞ്ഞളി, ഡേവിസ് ചാമക്കാല, ഷാജി അന്തിക്കാടൻ, കൈക്കാരന്മാരായ ശോഭൻ പട്ടേരി, പോൾ തോട്ടാൻ, റാഫി പനംകുളത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 28-നാണ് തിരുനാൾ നടക്കുന്നത്. തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് ആഘോഷമായ ദിവ്യബലി, തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും. കല്ലൂർ മുട്ടിത്തടി കയ്യാലപ്പടിയിൽ വെച്ച് ലോട്ടറി വിൽപ്പനക്കാരന്റെ സ്വർണമാല പൊട്ടിച്ചെടുത്തതായി പരാതി. വ്യാഴാഴ്ച പുലർച്ചെ 5:30 സൈക്കിളിൽ വരുന്നതിനിടെ മാവിൻ ചുവട് സ്വദേശി ജനാർദ്ദനന്റെ 1 പൗണ്ട് തൂക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. നടന്നു വന്ന് മാല പൊട്ടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മോഷ്ടാവിന്റെ കയ്യിൽ ധരിച്ചിരുന്ന സിൽവർ നിറത്തിലുള്ള കൈച്ചെയിനും തൊപ്പിയും ജനാർദ്ദനൻ പരാക്രമണത്തിനിടെ കൈവശപ്പെടുത്തി. വരന്തരപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പ്രഭാഷണ പരമ്പരയായ ബിബ്ലിയോകോർ സ്പെക്ട്രം ടാക് സീരീസിന്റെ ഉദ്ഘാടനം മാനേജ്മെന്റ് വിദഗ്ധൻ C ശ്രീധരൻ അർനാല നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ ബട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, ലൈബ്രറിയൻ B ഷാജി, അധ്യാപകരായ ഹന്ന ജോസഫ്, സാബിയോ ഫെർണാണ്ടസ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്തിലെ പൈനാടത്ത് ക്രഷർ ക്രമവൽക്കരിച്ചത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവും സംശയത്തിന് ഇട നൽകാത്ത വിധവും മറുപടി സൗജന്യമായി ലഭ്യമാക്കാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ KM ദിലീപ് ഉത്തരവിട്ടു. കമ്മീഷൻ മുൻപാകെ നടന്ന സിറ്റിംഗിൽ ഇപ്പോഴത്തെ വിവരാവകാശ ഓഫീസറും അപ്പീൽ അധികാരിയായ LSGDAയും ഹാജരായി.
വിവരം നൽകുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്നും കൃത്യവും വ്യക്തവും സംശയത്തിന് ഇട നൽകാത്ത വിധവും അപേക്ഷകർക്ക് മറുപടി നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ഒന്നാം എതിർകക്ഷിയായ പുതുക്കാട് LSGDAU ഷാനു ഷാജഹാന് കർശന നിർദ്ദേശവും നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും ചെങ്ങാലൂർ സ്വദേശിയുമായ PN ഷിനോഷ് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയിൽ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാക്കാതെയും അവ്യക്തവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ മറുപടിയാണ് SPIO നൽകിയത്. ഒന്നാം അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്ന് അപ്പീൽ അധികാരിയുടെ ഉത്തരവ് പ്രകാരം ചില രേഖകൾ സൗജന്യമായി ലഭ്യമാക്കുകയുണ്ടായി. എന്നാൽ അവയിൽ 7 വിവരങ്ങൾ തെറ്റായവയാണെന്നും അവ്യക്തവും തെറ്റിദ്ധാരണജനകവും ആണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ മുമ്പാകെ രണ്ടാം അപ്പീൽ സമർപ്പിച്ചിരുന്നത്. തനിക്ക് തെറ്റായ വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും നൽകുക വഴി വിവരാവകാശ നിയമത്തെയും തന്നെയും അവഹേളിക്കുകയാണെന്ന പരാതിക്കാരന്റെ ആക്ഷേപം ഉൾക്കൊണ്ടാണ് കൃത്യവും വ്യക്തവും സംശയത്തിന് ഇട നൽകാത്ത വിധവും മറുപടി സൗജന്യമായി ലഭ്യമാക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതേ വിഷയത്തിൽ അപേക്ഷകൻ ആവശ്യപ്പെട്ട 85 ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവും സത്യസന്ധവുമായ മറുപടി സൗജന്യമായി ലഭ്യമാക്കാൻ പുതുക്കാട് പഞ്ചായത്തിലെ വിവരാവകാശ ഓഫീസറോട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം നേരത്തെ ഉത്തരവിട്ടിട്ടുള്ളതാണ്. വിവരാവകാശ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കപ്പെടുന്ന ഇത്തരം അപ്പീലുകളിൽ രേഖകൾ സൗജന്യമായി നൽകുകയും വിവരാവകാശ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുകയുമല്ലാതെ കർശന നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് ഇത്തരം വീഴ്ചകൾ തുടരുന്നതിന് കാരണമായിട്ടുണ്ട്. മേൽപരാതികളിലെ എതിർകക്ഷികളായ പഞ്ചായത്ത് സെക്രട്ടറി, LSGDAE എന്നിവർ ക്രഷർ ക്രമവൽക്കരണത്തിൽ അഴിമതി നടത്തിയെന്ന പരാതികളിൽ LSGD ഓംബുഡ്സ്മാന്റെ ഉത്തരവ് പ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ്. ചെമ്പുച്ചിറ സ്കൂൾ 2ാം ഘട്ടം കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക അനുമതി ലഭിച്ചുവെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 2018-19 വർഷത്തിൽ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 81 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണം 2ാം ഘട്ടത്തിനായി അനുവദിച്ചുവെങ്കിലും കിഫ്ബി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിനു ശേഷം നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കൈറ്റ് തുടർ നിർമ്മാണം ചെയ്യാൻ കഴിയില്ല എന്ന് കിഫ്ബിയെ അറിയിക്കുകയും കിഫ്ബി തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുകയുമായിരുന്നു. ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് KK രാമചന്ദ്രൻ MLA ധനമന്ത്രി KN ബാലഗോപാലിന് കത്ത് നൽകിയിരുന്നു. ഇതു പരിഗണിച്ചാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ നിർമ്മാണത്തിനായി പ്രത്യേക അനുമതി നൽകിയത്. ധനകാര്യ നോഡൽ സെല്ലിന്റെ ഉത്തരവ് ലഭിച്ചതായി MLA അറിയിച്ചു. 5 ക്ലാസ് മുറികൾ, ടോയ്ലറ്റുകൾ, സ്റ്റെയർ കേസ് എന്നിവയാണ് 2ാം ഘട്ട നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. മജ്ജയിൽ ക്യാൻസർ ബാധിച്ച മറ്റത്തൂർ സ്വദേശി ചികിത്സാ സഹായം തേടുന്നു. മറ്റത്തൂർ മോനൊടി നീരാട്ടുകുഴി സ്വദേശി ഒൽക്കുരാൻ ബാലൻ ഭാര്യ ചന്ദ്രികയാണ് ചികിത്സാ സഹായം തേടുന്നത്. ഇവരുടെ ഭർത്താവ് വർഷങ്ങളായി കിടപ്പിലാണ്. 1.70 ലക്ഷം രൂപയാണ് ചെലവ്. ഇതിനായി KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവർ രക്ഷാധികാരികളായും ഷാൻഡോ കൈതാരത്ത് ചെയർമാനായും 12ാം വാർഡ് അംഗം സുമിത ഗിരി കൺവീനറായും 14ാം വാർഡ് അംഗം KS സൂരജ് ഖജാൻജിയായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ചന്ദ്രിക ബാലൻ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 403710115345. IFSC കോഡ് KLGB 0040378. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയിലേക്ക് പുതിയതായി ആളുകളെ നിയമിക്കുന്നു. മറ്റു പഞ്ചായത്തുകളിൽ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എഴുത്തും വായനയും ഡ്രൈവിംഗും അറിയുന്നവർക്ക് മുൻഗണന. ഈ മാസം 26 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ 7902315646 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുട്ടനല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ജീവനി പദ്ധതിയിലേക്ക് സൈക്കോളജി അപ്രന്റീസിനെ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജി ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ സൈക്കോളജി, പ്രവൃത്തി പരിചയം എന്നിവ അഭിലഷണീയം.
യോഗ്യരായവർ വെള്ളിയാഴ്ച രാവിലെ 10:30 കോളേജ് ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487235322. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ സജീവാംഗങ്ങളായ തൊഴിലാളികളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2024-25 അധ്യയന വർഷത്തിൽ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റ് വിതരണം ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയും മറ്റ് വിശദ വിവരങ്ങളും ജില്ലാ ഓഫീസിലും ബോർഡിന്റെ kmtwwfp.org എന്ന വെബ്സൈറ്റിലും ലഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 27. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487244645. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6860 രൂപ, പവന് 54,880 രൂപ. കൊടകര കാച്ചപ്പള്ളി മാടപ്പള്ളി യോഹന്നാൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ. മേലൂർ ചുങ്കൻ കുടുംബാംഗം മറിയമാണ് ഭാര്യ. ലാലി, ജോസ്, പരേതനായ ഡേവിഡ്, പോൾസൺ എന്നിവർ മക്കളും. ജോർജ്, മഞ്ഞളി വെണ്ടൂർ, ആനി ആട്ടോക്കാരൻ കനകമല, നീനോ മൂഞ്ഞേലി ആനത്തടം എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ കരിമ്പനയ്ക്കൽ തങ്കപ്പൻ എഴുത്തച്ഛൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണിയാണ് ഭാര്യ. ദാസൻ, അജിത് കുമാർ, മനോജ്, രാജൻ, ബാബു എന്നിവർ മക്കളും. സ്മിത, ധന്യ, ഭഗിത, സൗമ്യ, ശ്രുതി എന്നിവർ മരുമക്കളുമാണ്. എടക്കുളം സെന്റ് മേരീസ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക പറപ്പൂക്കര ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ മരിയ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആൻഡോയാണ് ഭർത്താവ്. മകൾ ആൻ മരീസ. പുതുക്കാട് കണ്ണമ്പത്തൂർ തച്ചംകുളം ജാനകി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ രാജനാണ് ഭർത്താവ്. സുനിൽ, സുനിത, പരേതനായ സുഭാഷ് എന്നിവർ മക്കളും. ബാബു, പരേതയായ രേഖ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി വടക്കുമുറി പുത്തൻ വീട്ടിൽ സുകുമാരൻ മകൻ ശ്രീകുമാർ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തുടരുന്ന മഴ ദുരിതം. പറപ്പൂക്കര മീൻകുഴിപ്പാടം പ്രദേശത്ത് വെള്ളം കയറി. നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മറ്റത്തൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് 1 ആണ്ട്. അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. ആലുവയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെ പുതുക്കാട് നിന്നും കണ്ടെത്തി. പുതുക്കാട് വെച്ച് KSRTC ബസ്സിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. NCTV ഇമ്പാക്ട്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന വലിയ കുഴികൾ താൽക്കാലികമായി അടച്ചു. ദേശീയപാത നന്ദിക്കരയിലെ കുഴികളും അടച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.